ഉണ്ണികൃഷ്ണൻ പോറ്റി പരൽമീനല്ല, വാളയാണ്, വഴുക്കലുണ്ട്. ഞാൻ വിചാരിച്ചു ഒരു പരൽമീനിൻ്റെ അത്രയേ ഉള്ളൂ, ഇയാളെ പറ്റിച്ചു എന്നാണ് കരുതിയത്. പക്ഷേ വഴുക്കലുള്ള ഒരു വാള തന്നെയാണ്, സംശയമില്ല. കാരണം അയാളുടെ വീട് പോലീസ് റെയ്ഡ് ചെയ്തു. വീടിൻ്റെ പരിസരത്ത് കുറേ അധികം റെക്കോർഡുകൾ കത്തിച്ചതായിട്ട് പോലീസ് കണ്ടെത്തി. SIT വീടിനകത്ത് പോയപ്പം അതിനകത്തുനിന്ന് കുറേ ആഭരണങ്ങൾ എടുത്തിട്ടുണ്ട്. അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഭാര്യയും അമ്മയും പറഞ്ഞ അവരുടെ ധരിക്കുന്ന ആഭരണമാണ്, ആണെങ്കിൽ അത് പോലീസ് തിരിച്ചു കൊടുക്കും. പക്ഷേ ഇപ്പം കൊണ്ടുപോയി. മറ്റൊന്ന്, വീട്ടിലെ ചിലർക്ക് പലിശയ്ക്ക് പണം കൊടുത്തതായിട്ടുള്ള രേഖയുണ്ട്. ചില പ്രമാണങ്ങളുടെ കോപ്പി ഇരിക്കുന്നു. ഈ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകളൊക്കെ തുടങ്ങിയിരിക്കുന്നു. 2022 ശേഷം തന്നെയാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ അത്ര എളുപ്പമല്ല. ശബരിമലയിലെ ദേവൻ്റെ അവിടുന്ന് കൃത്യമായി സ്വർണം മോഷ്ടിച്ചുകൊണ്ട് പോകാൻ ധൈര്യം കാണിച്ച ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു ഈശ്വരവിശ്വാസിയാണെന്ന് കരുതുന്നുമില്ല. അയാൾ അത്ര ധൈര്യസമേതം അവിടുന്ന് ദേവൻ്റെ ആ ദേഹത്ത് ചാർത്തിയിരുന്ന ആ സ്വർണ്ണ തകിടും ആ ചെമ്പ് തകിടും അതിന് മുകളിൽ പൂശിയ സ്വർണവും കൊണ്ടുപോയി. ഇത് നമ്മൾ വിചാരിക്കുന്ന രീതിയിലുള്ള ഒരു ചിന്ത അല്ല ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മസ്തിഷ്കത്തിലുള്ളത്. അയാൾ കള്ളനാണ്, ഫ്രോഡാണ്, അയാൾ ഈശ്വരവിശ്വാസിയാണെന്ന് തോന്നുന്നില്ല. അതൊക്കെ ഒരു തട്ടിപ്പാണ്. കാരണം വീട്ടിൽ നിന്ന് കണ്ടെടുത്ത റെക്കോർഡുകളും അവിടെ കത്തിച്ച ചില റെക്കോർഡുകളൊക്കെ കാണുമ്പം കാര്യമായ പണ ഇടപാടുകൾ നടത്തിയിരിക്കുന്നു എന്നാണ് വരുന്നത്. പക്ഷേ തൊണ്ടി സാധനം കിട്ടാനായിട്ട് അല്പം ബുദ്ധിമുട്ടാണ് SITക്ക്. 2 കിലോ സ്വർണം തട്ടിക്കൊണ്ട് പോയി എന്നുള്ള രീതിയിലാണ് ആ റിമാൻഡ് ആപ്ലിക്കേഷനിൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യുമ്പോൾ അത് കൊണ്ടുപോയ കൽപേഷിൻ്റെ കാര്യമാണ് പറയുന്നത്. അയാളല്ല അത് വിറ്റത്, അയാളല്ല അത് കൈകാര്യം ചെയ്തെന്നുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പം അവിടുന്ന് എടുത്ത് കൽപേഷിൻ്റെ കൈ കൊടുത്തു. അപ്പം കൽപേഷിനെ SIT കണ്ടെത്തണം, എന്നാലേ അന്വേഷണം മുന്നോട്ട് പോവുകയുള്ളൂ. കൽപേഷ് മാത്രമല്ല, കൽപേഷ് കൊണ്ട് കൊടുത്തെന്ന് പറയുന്ന ഹൈദരാബാദിൽ അവിടെ ഒരാളുണ്ട്. അയാൾ നാഗേഷ് എന്നാണ് പേര്. അയാളും കൽപേഷും കൂടെ കൈ കിട്ടിയെങ്കിൽ മാത്രമേ സ്വർണം ശബരിമലയിൽ നിന്ന് കടത്തിയത് ഏത് രീതിയിൽ എങ്ങനെ മാറ്റി എങ്ങോട്ട് കൊണ്ടുപോയി ആരടിച്ചുകൊണ്ട് പോയി അത് ഉണ്ണികൃഷ്ണൻ പോറ്റി അല്ലാതെ ആരെങ്കിലും ശബരിമലയിൽ വന്നു പോകുന്നുണ്ടോ, അതാര്, ശബരിമലയുള്ള ദേവസ്വം ബോർഡ് അംഗങ്ങളെ കാണുന്നുണ്ടോ, അവരുമായിട്ട് ബന്ധപ്പെടുന്നുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളും പണമിടപാടുകളും എല്ലാം ഉണ്ണികൃഷ്ണൻ പോറ്റി അല്ല എന്നൊരു ധ്വനിയാണ് ഇയാളെ ചോദ്യം ചെയ്തപ്പോൾ ഒന്ന് വരുന്നത്. അത് വ്യത്യാസം ഉണ്ടാകാം. ഇനി 2019 മാർച്ചിലാണ് ധാരപാലക ശില്പത്തിലെ സ്വർണം കൊണ്ടുപോയത്. 2019 ഓഗസ്റ്റിലാണ് കട്ടിളപ്പടിയിലെ സ്വർണം കൊണ്ടുപോയത്. ഈ സ്വർണ്ണങ്ങളെല്ലാം 2 കിലോ വരും എന്നാണ് റിമാൻഡ് ആപ്ലിക്കേഷനിൽ SIT പറഞ്ഞിരിക്കുന്നത്. നമുക്ക് അതിന് വ്യക്തതയില്ല. പക്ഷേ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തു. ഇനി കൽപേഷിനെ അറസ്റ്റ് ചെയ്യണം, മുരാരി ബാബുവിനെ അറസ്റ്റ് ചെയ്യണം. കാരണം ഈ തട്ടിപ്പിനകത്ത് മെയിൻ കഥാപാത്രമാണ്. അതുപോലെ സുധീഷ് കുമാറുണ്ട് അവിടെ, എക്സിക്യൂട്ടീവ് ഓഫീസർ. അങ്ങനെ കൽപേഷ് ഉൾപ്പെടെ 4 പേര് കൈ വന്നാൽ ഏകദേശം SITക്ക് കുറേയൊക്കെ കാര്യങ്ങളിലോട്ട് പ്രവേശിക്കാൻ കഴിയും. അതോടൊപ്പം തന്നെ ഹൈദരാബാദിലെ നാഗേഷിനെ കിട്ടണം. ബാംഗ്ലൂരിലുള്ള 5 പേര് ആരാണ്? അതോടൊപ്പം തന്നെ ശബരിമലയിലെ 7 ജീവനക്കാർ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ റിട്ടയർ ചെയ്തിട്ടുണ്ട്. ആ 7 പേര് റിട്ടയർ ചെയ്യുന്നവരുടെ റോള് അവർ ഇതിനകത്ത് ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തവരാണ്. കാരണം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രശാന്തിൻ്റെ സംസാരത്തിൽ നിന്ന്, അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് അതാണ് വരുന്നത്. പെൻഷൻ പറ്റിയാലും ശരി, അവരെ പെൻഷൻ
ടെമ്പററി ആയിട്ട് സ്റ്റോപ്പ് ചെയ്യും. അതേസമയത്ത് അവർ ഈ കേസിനകത്ത് ഉൾപ്പെട്ടു അറസ്റ്റ് ചെയ്തിട്ട് പോയ പെൻഷനെ കൺവിക്റ്റ് ചെയ്താൽ തീർച്ചയായിട്ടും പെൻഷനേ ഉണ്ടാവില്ല എന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രശാന്ത് പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഒരു കാര്യം കൂടെ ഉറപ്പിച്ച് പറഞ്ഞു കഴിഞ്ഞ ദിവസം. അദ്ദേഹം പറഞ്ഞത് ഈ സംഭവത്തിന് അദ്ദേഹത്തിന് പങ്കില്ല, അതുകൊണ്ട് 1998 മുതൽ ഈ സംഭവത്തിലെ കുറ്റക്കാരാരാണ് അവരെ കണ്ടെത്തണമെന്ന്, കുറച്ചുകൂടെ വിപുലമായ രീതിയിൽ ഈ കേസിൻ്റെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രശാന്ത് PS സംശയലേശയിൽ ഒരു പ്രസ്താവന കണ്ടു. നല്ല കാര്യം, അദ്ദേഹത്തിന് ഇതിനകത്തൊന്നും പങ്കില്ലെങ്കിൽ ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോയിക്കോട്ടെ, തടസ്സമില്ല. പക്ഷേ അദ്ദേഹം വലിയ വീട് വച്ചിരിക്കുന്നു. കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് വന്ന് ഈ ദേവസ്വം ബോർഡിലെ ഭാരവാഹിത്വം വലിച്ചു കഴിഞ്ഞ ശേഷം വലിയ വീട് വച്ചിരിക്കുന്നു. അത് സ്വർണത്തിൻ്റെ പൈസയാണോ മറ്റേതെങ്കിലും രീതിയിൽ വന്ന പണമാണോ എന്നുള്ള കാര്യങ്ങൾ വേറെ. പക്ഷേ സ്വർണ്ണക്കടത്തിലേക്ക് തനിക്ക് പങ്കില്ല എന്ന് ഉറപ്പിച്ച് പറയുന്ന രീതിയിൽ 98 മുതലുള്ള സംഭവങ്ങൾ വിജയമല്യ അവിടെ പതിപ്പിച്ച സമയത്ത് അന്നേരം മുതലുള്ള കാര്യം, അല്ലെങ്കിൽ കല്ലുകൊണ്ടുള്ള നിർമ്മിച്ച അയ്യപ്പൻ്റെ വിഗ്രഹത്തിൻ്റെ പുറത്ത് വിജയമല്യ അവിടെ ചെമ്പ് മൗൾഡാണ്, ആ മൗൾഡിൻ്റെ പുറത്താണ് സ്വർണം പൂശിയത്. അങ്ങനെ അവർ അയ്യപ്പ വിഗ്രഹത്തിൻ്റെ അവിടെ ഇപ്പം കഴിഞ്ഞ ദിവസം ആ മൗൾഡ് നമ്മൾ ആ വിഗ്രഹത്തെ പൊതിയുന്നത് നമ്മൾ കണ്ടു. അത് രീതിയിലുള്ളതാണ്, കാരണം അത് അഴിച്ചു മാറ്റാൻ ഈസി ആയിട്ട്. കല്ല് വിഗ്രഹത്തിൻ്റെ പുറത്തുള്ള മൗൾഡിൽ ആ ചെമ്പിലാണ് തീർത്തിരിക്കുന്നത്, അതിൻ്റെ പുറത്താണ് സ്വർണം പൂശിയിരിക്കുന്നത്. അതാണ് ഇത്രയും വലുതായിട്ട് അത് തിളങ്ങാനാണ്, ആ വിഗ്രഹം തിളങ്ങാനുള്ള കാര്യം. അതുകൊണ്ട് പ്രശാന്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞത് ഈ 2019 മാത്രമല്ല, 1998 മുതൽ 40 കിലോയോളം സ്വർണം പതിപ്പിച്ച അന്ന് മുതൽ ഇതിനെപ്പറ്റി അന്വേഷിക്കണം. അത് വിപുലമായ ഒരു അന്വേഷണം ഹൈക്കോടതി നടത്തണം. അതിന് ഹൈക്കോടതിയിലെ പരാതി കൊടുക്കും ദേവസ്വം ബോർഡ് എന്നൊരു വാർത്ത കഴിഞ്ഞ ദിവസം വന്നു. നല്ല വാർത്ത, നല്ല കാര്യം. അദ്ദേഹത്തിന് പങ്കില്ലെങ്കിൽ അങ്ങനെ പോട്ടെ കാര്യങ്ങൾ. പക്ഷേ 2025 അവിടെ ചില കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. ഏതായാലും ഇതിൽ ദേവസ്വം ബോർഡ് ഇപ്പോഴത്തെ പ്രസിഡന്റിന് പങ്കില്ലെങ്കിൽ അദ്ദേഹം തീർച്ചയായിട്ടും ഹൈക്കോടതിയിൽ കൊടുക്കണം. വിപുലമായ വൈഡറായ ഒരു അന്വേഷണം ശബരിമല കാര്യത്തിൽ ഉണ്ടാകണമെന്ന് കാര്യത്തിൽ അദ്ദേഹം ഒരു തീരുമാനമെടുത്ത് അങ്ങനെ കൊടുക്കും എന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രസ്താവന കാണുന്നത്. ഇനി ഈ കേസിൻ്റെ അന്വേഷണം ലാഗ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം കൽപേഷിനെ കിട്ടണം, നാഗേഷിനെ കിട്ടണം, എങ്കിലേ SITക്ക് മുന്നോട്ട് സഞ്ചരിക്കാൻ കഴിയുള്ളൂ. ഇനി അവരെ കൂടെ ഇരുത്തി കൺഫ്രണ്ട് ചെയ്യുമ്പം ഉണ്ണികൃഷ്ണൻ പോയിട്ട് ചിലപ്പം കുറച്ചുകൂടെ സത്യത്തിലേക്ക് അടുത്ത് വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇപ്പം വഴുവഴിച്ച് നിൽക്കുകയാണ്. കാരണം ആരെയൊക്കെ കിട്ടും, ഈ കൽപേഷ് ഇപ്പം പോലീസിന് SITക്ക് വ്യക്തമായ ധാരണയൊക്കെ കിട്ടിയിട്ടുണ്ടോ, കിട്ടിയ ശേഷം മാത്രമേ തുറന്നു പറയാനുള്ള സാധ്യതയുള്ളൂ. അതുവരെ ഇങ്ങനെ വഴുക്കലായിട്ട് പോകും എന്നാണ് ഞാൻ കരുതുന്നത്.